വെൽക്കം ടു ബിടെക് MEDC. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ക്ലിപ്പിങ്ങിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്ലിപ്പേഴ്സ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തേർഡ് ടൈപ്പ് ആയ 2 ലെവൽ ക്ലിപ്പിംഗ് ആണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം 2 ലെവൽ ക്ലിപ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് പോയിന്റ്, അതുപോലെ ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് പോയിന്റ്, രണ്ടിൻ്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ് പോയിന്റ് ആയപ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലായിരുന്നു നമ്മളുടെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസ് പോയിന്റ് ആയപ്പോഴത്തേക്ക് ഈ ഒരു ഫോമിലായിരുന്നു വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെ കോമ്പിനേഷൻ ആയിട്ടാണ് 2 ലെവൽ ക്ലിപ്പിംഗ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു 3 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു -2 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡയോഡിന് ഒരു കട്ടിൻ വോൾട്ടേജ് 0.7 ഉണ്ട്. നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മളെ സർക്യൂട്ട് ഡയഗ്രം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡയോഡ്, ഓക്കെ, ഡയോഡിൻ്റെ കട്ടിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 0.7 ആണ്. ഞാനിവിടെ ഒരു 0.7 മാർക്ക് ചെയ്തു. ഇനി ഈ 3 തന്നിട്ടുണ്ട്, റെഫറൻസ് വി റെഫറൻസ്, ഓക്കെ, 3 വോൾട്ട്. ഇനി നെക്സ്റ്റ് ഇവിടെ ഡയോഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അതിന് എന്തുണ്ട്, ഒരു 0.7 കട്ടിൻ വോൾട്ടേജ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു 0.7 മാർക്ക് ചെയ്തു. പിന്നെ അതിൻ്റെ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ -2 വോൾട്ട് ആണ് വരുന്നത്. ഓക്കെ, ദിസ് ഈസ് റെസിസ്റ്റർ. ഇനി ഇത് രണ്ടിനെയും കൂടെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്ത് എഴുതുകയാണ്. അപ്പം നമ്മുടെ സർക്യൂട്ട് എന്ന് പറയുന്നത് ഇവിടെ റെസിസ്റ്റർ വരും. ഓക്കെ, ഹിയർ 1 ഡയോഡ്, 3 + 0.7 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ വോൾട്ടേജ് 3.7 വോൾട്ട് എന്ന് കിട്ടും. അടുത്ത സെക്കൻഡ് ഇവിടെ ഒരു ഡയോഡുണ്ട്. ഓക്കെ, ഇവിടെ -2.7 എന്ന് പറയുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് -2.7 എന്നുള്ള വോൾട്ടേജ് വരും. ഓക്കെ, ദിസ് ഈസ് ദ സർക്യൂട്ട് ഡയഗ്രാം ഓഫ് 2 ലെവൽ ക്ലിപ്പിംഗ്. ദിസ് ഈസ് ദ റെസിസ്റ്റർ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുക. അതിനകത്ത് ഈ ഡയോഡിൻ്റെ പോയിന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്ത് എന്നിട്ട് അതിൻ്റെ ഇക്വലൻ്റ് സർക്യൂട്ട് വരച്ചു. അപ്പം 2 ലെവൽ ക്ലിപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 റെഫറൻസ് കാണും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റെഫറൻസ് കാണും, ഇവിടെ റെഫറൻസ് കാണും. അപ്പം അതിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. കോമ്പിനേഷൻ ക്ലിപ്പിംഗ് എബോവ് ദ വേവ് ഫോമും ക്ലിപ്പിംഗ് ബിലോ ദ വേവ് ഫോം. റിമൈനിങ് ഇങ്ങനെ ഒരു വേവ് ഫോം ആയിരിക്കും നമുക്ക് ഇതിൻ്റെ കേസിൽ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ള ഒരു ടോപ്പിക്, ഒരു സർക്യൂട്ടാണ് 2 ലെവൽ ക്ലിപ്പർ എന്ന് പറയുന്നത്. നമുക്ക് നോയിസ് റിഡക്ഷനൊക്കെ വേവ് ഫോമിൽ 2 ലെവൽ ക്ലിപ്പിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിൽ. അപ്പം ഇതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇത് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതൊരു 2 ലെവൽ ക്ലിപ്പറിൻ്റെ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇതിനകത്ത് 3 കണ്ടീഷൻസ് എടുക്കും. നമ്മൾ നേരത്തെ ക്ലിപ്പിംഗ് എബോവ് ദ റെഫറൻസ്, ക്ലിപ്പിംഗ് ബിലോ ദ റെഫറൻസിനൊക്കെ ആണെങ്കിൽ നമ്മൾ 2 കേസ് വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതിൻ്റെ കേസിൽ 3 കേസ് വരും. ഫസ്റ്റ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VI വാല്യൂ ഗ്രേറ്റർ ദാൻ ദിസ് 3.7 എന്നുള്ള കണ്ടീഷൻ, ഗ്രേറ്റർ ദാൻ 3.7 വോൾട്ട്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് VI ലെസ് ദാൻ ഈ പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് -2.7 വോൾട്ട്. അതുപോലെ തേർഡ് കേസ് എന്ന് പറയുന്നത്, ഓക്കെ, തേർഡ് കേസ് എന്ന് വെച്ചാൽ രണ്ടിൻ്റെയും മിഡിലായിട്ട്, അതായത് -2.7 ലെസ് ദാൻ VI ലെസ് ദാൻ 3.7. അങ്ങനെ 3 റീജിയൻസ് ആയിട്ടാണ് നമ്മൾ 2 ലെവൽ ക്ലിപ്പിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഈ റീജിയൻസ് കാണിച്ചിരിക്കുന്നത്. ഒന്ന് VI ഗ്രേറ്റർ ദാൻ 3.7, ദിസ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ VI ലെസ് ദാൻ -2.7, ദിസ് റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ -2.7 ആൻഡ് 3.7. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്തു, ദാറ്റ് ഈസ് കേസ് 1, VI വാല്യൂ ഗ്രേറ്റർ ദാൻ 3.7 വോൾട്ട് എന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ദിസ് ഈസ് അവർ ഇൻപുട്ട്. അപ്പോൾ ഇവിടെ 3.7 എന്നുള്ളത്, അപ്പം VIയുടെ വാല്യൂ 3.7 ഗ്രേറ്റർ ആവുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് D1 ഡയോഡ്, ദിസ് ഈസ് D2 ഡയോഡ്. അപ്പം D1 എന്താവും, D1 വിൽ ബി forwards biased, so it will be in on condition ആവും. ഓക്കെ, സിമിലർലി ഈ ഒരു ഡയോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇരിക്കുന്നത്. സോ ദാറ്റ് D2 വിൽ ബി റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഇൻ ഓഫ് കണ്ടീഷൻ.
ഓക്കെ, അപ്പം ഓൺ ആവുമ്പം നമ്മൾ എന്തായിട്ടും ഇതിനെ കൺസിഡർ ചെയ്യും ഡയോഡിനെ. ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഷോർട്ട് സർക്യൂട്ട്. ഓഫ് ആവുമ്പം ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഈ കണ്ടീഷൻ വെച്ചിട്ടും നമ്മൾ റീഡ്രോ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈ കേസ് 1 കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ ഡയോഡ് എന്തായിട്ട് വർക്ക് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, നമ്മളിവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം വോൾട്ടേജ് ഇവിടെ 3.7 ആണ്. അടുത്ത സെക്കൻഡ് കേസിൽ ഡയോഡ് D2 ഓഫ് ആണ്. ഓഫ് ആയതുകൊണ്ട് നമ്മളവിടെ ഓപ്പൺ സർക്യൂട്ടായിട്ട് ഡ്രോ ചെയ്യും. അതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് -2.7 ആണ്. അപ്പോൾ ആ വേവ് ഫോം ഈ ഒരു ഫോമിൽ വരും. ഓക്കെ, ദിസ് ഈസ് വി ഇൻ, ദിസ് ഈസ് വി ഔട്ട്. അപ്പം ഇതിൻ്റെ കേസിൽ വി ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്, ഇവിടെ ഷോർട്ട് സർക്യൂട്ടാണ്, ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഇതിന് എഫക്റ്റ് വരത്തില്ല. അപ്പോൾ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊടുത്ത റെഫറൻസ് ആയ 3.7 വോൾട്ട് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അപ്പം കേസ് 1 നമ്മൾ എന്തെടുത്തായിരുന്നു, VI ഗ്രേറ്റർ ദാൻ 3.7. അപ്പോൾ അവിടെ മാക്സിമം വരുന്നത് എന്തായിരിക്കും, നമുക്ക് റെഫറൻസ് ആയിരിക്കും വരുന്നത്, ദാറ്റ് ഈസ് 3.7. ഇപ്പോൾ ഈ ലൈൻ എന്ന് പറയുന്നത് 3.7 വോൾട്ട് ആയിരിക്കും. അപ്പോൾ അതിന് മുകളിലോട്ടുള്ളത് കട്ടായി പോകും. ഓക്കെ, ഈ റെഫറൻസിന് മുകളിലോട്ടുള്ളത് കട്ടായി പോകും. നമുക്ക് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഒരു രീതിയിലായിരിക്കും വേവ് ഫോം വരുന്നത്. ഇനി നമുക്ക് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെക്കൻഡ് കേസ് പറയുന്നതാണ്. അതായത് ഈ റീജിയൻ -2.7 വോൾട്ട് ലെസ് ദാൻ VI ലെസ് ദാൻ 3.7 വോൾട്ട് നമ്മളിവിടെ എടുത്ത കേസ്. ഓക്കെ, ഇപ്പം ഇത് സെക്കൻഡ് കേസ്, ദിസ് ഈസ് തേർഡ് കേസ് ആയിട്ട് എടുക്കാം. നമ്മൾ സെക്കൻഡ് കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദ റീജിയൻ, അതായത് ദിസ് -2.7, ദിസ് ഈസ് 3.7. ഓക്കെ, അപ്പം ആ ഒരു കണ്ടീഷനിൽ എന്തായിരിക്കും, ഇതിന് രണ്ടിനും ഡയോഡിനും ഫോർവേഡ് ബയസ് ആവാനുള്ള ആ ഒരു പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്തിട്ടില്ല. കാരണം ഫസ്റ്റിൻ്റെ കേസിൽ VI എന്ന് വെച്ച് കഴിഞ്ഞാൽ -2.7 ലെസ് ദാൻ വാല്യൂ ആണ്. അതുപോലെ സെക്കൻഡ് എടുക്കുമ്പോഴും ഡയോഡ് എടുക്കുമ്പോഴും 3.7 ലെസ് ദാൻ വാല്യൂ ആണ്. അപ്പോൾ ഒരു ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആവണമെങ്കിൽ ഇവിടെ കൊടുക്കുന്ന, അതായത് ഈ പൊട്ടൻഷ്യലേക്കാൾ ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഫോർവേഡ് ബയസ് ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ഫസ്റ്റ് കേസിൽ നമ്മൾ VI ഗ്രേറ്റർ ദാൻ 3.7 വന്നപ്പോഴത്തേക്ക് ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യുകയും അത് ഷോർട്ട് സർക്യൂട്ട് ആവുകയും ഡയോഡ് D2 റിവേഴ്സ് ബയസ്ഡ് ആയി നമുക്കൊരു 3.7 വോൾട്ട് കിട്ടിയത്. ഈ സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ ആകുമ്പോഴത്തേക്ക് രണ്ട് ഡയോഡ്, ദാറ്റ് ഈസ് D1 ആൻഡ് D2 വിൽ ബി റിവേഴ്സ് ബയാസ്ഡ്. ദാറ്റ് ഈസ് എന്തായിരിക്കും, ഓഫ് ആയിരിക്കും. ഓഫ് ആകുമ്പോഴത്തേക്ക് നമ്മളതിന് ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ടാണ് ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രത്തിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ രണ്ട് ഡയോഡിനെയും ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മളുടെ വേവ് ഫോം എങ്ങനെയായിരിക്കും വരുന്നത്, ദിസ് ഈസ് റെസിസ്റ്റർ. ഫസ്റ്റ് D1 ഡയോഡ് ഓഫ് ആണ്, അപ്പം അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. സെക്കൻഡ് D2 ഡയോഡും ഓഫ് ആണ്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ദിസ് ഈസ് 3.7 ആൻഡ് ദിസ് ഈസ് -2.7. ഈ ഒരു ഫോമിലായിരിക്കും ആ സെക്കൻഡ് കേസിൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട്, ഇവിടെ രണ്ടും ഓപ്പൺ സർക്യൂട്ടാണ്. അപ്പോൾ V എന്ന് വെച്ച് കഴിഞ്ഞാൽ V ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് V ഇൻ തന്നെ ആയിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റീജിയനിൽ നമുക്ക് ഇങ്ങനൊരു വേവ് ഫോം വരുന്നത്. അതായത് സെയിം ഏതാണോ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ വേവ് ഫോം ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് കേസ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി മൂന്നാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ VI ലെസ് ദാൻ -2.7 വോൾട്ട്, VI ലെസ് ദാൻ -2.7 വോൾട്ട്. ഇതാണ് -2.7 വോൾട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന VI എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ -2.5നേക്കാളും എന്താണ് ലെസ് ദാൻ വാല്യൂ ആണ്. അപ്പം ലെസ് ദാൻ വാല്യൂ വരുമ്പോഴത്തേക്ക് അത് എന്താവും, D2 ഓൺ ആകും. കാരണം അത് നമ്മളെ ഡയോഡ് എങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് N സൈഡ്, ഇത് P സൈഡ് ആണ്. അപ്പം D2 വിൽ ബി ഇൻ എന്തായിരിക്കും, ഓൺ സ്റ്റേറ്റിലായിരിക്കും. ഓൺ സ്റ്റേറ്റ് മീൻസ് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും. അപ്പോൾ സിമിലർലി ഈ കണ്ടീഷനിൽ D1 എന്തായിരിക്കും,
ഓഫ് ആയിരിക്കും, അതെന്തായിട്ട് വർക്ക് ചെയ്യും, ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കേസിൽ ഈ ഡയോഡിന് നമ്മൾ ഈ ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും വെച്ചിട്ട് ഡ്രോ ചെയ്യുകയാണ്. അപ്പം നമ്മൾ വേവ് ഫോം ഈ ഒരു ഫോമിലിരിക്കും. ഓക്കെ, ദിസ് ഈസ് റെസിസ്റ്റർ കേസ് 3. ഓക്കെ, അപ്പം ഫസ്റ്റ് ദിസ് D2 എന്തായിരിക്കും, വി ഐ ലെസ് ദാൻ -2.7 ആയതുകൊണ്ട് this is N side, this is P side, so D2 will be in on condition and it is represented by a short circuit. അപ്പം D1 എന്തായിരിക്കും, ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും. ഓക്കെ, D1 ഓപ്പൺ സർക്യൂട്ട്. ഇവിടെ ഒരു വോൾട്ടേജ് 3 വോൾട്ട് ഉണ്ട്. D2 will be in on state, so short circuit. ഓക്കെ, അപ്പം -2.7 വോൾട്ട് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഫോമിലായിരിക്കും വരുന്നത്. ദിസ് ഈസ് റെസിസ്റ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ദിസ് ഈസ് വി ഇൻ, ദിസ് ഈസ് വി ഔട്ട്. അപ്പം ഇവിടെ വി ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, ഇവിടെ ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് എഫക്റ്റ് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്ത് മാത്രമേ വരത്തുള്ളൂ, -2.7 വോൾട്ട് ആയിരിക്കും വി ഔട്ടായിട്ട് വരുന്നത്. ദിസ് ഈസ് -2.7. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്ഫർ കാര വരുമ്പോഴത്തേക്ക് നമ്മൾ കൺസിഡർ ചെയ്ത് എന്താ, വി ഐ ലെസ് ദാൻ -2.7 എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ ഈ റീജിയനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് -2.7, ദിസ് ഈസ് -2.7 വോൾട്ട്. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് 2 ലെവൽ ക്ലിപ്പിംഗ്. അപ്പോൾ ഇതിൻ്റെ ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക. അപ്പം എബോവ് റെഫറൻസും ബിലോ റെഫറൻസും അറിയെങ്കിൽ അതിൻ്റെ കമ്പൈൻഡ് ആയിട്ട് ഡ്രോ ചെയ്യുക. അതിനുശേഷം ഇവിടെ വോൾട്ടേജ് 3 വോൾട്ടും 2 വോൾട്ടും ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രാക്ടിക്കൽ കേസ് വെച്ചിട്ട് അതിൻ്റെ കട്ടിൻ വോൾട്ടേജും എടുത്തിട്ട് ഡ്രോ ചെയ്യുക. ഡ്രോ ചെയ്തിട്ട് 3 റീജിയൻസ് കൺസിഡർ ചെയ്യുക. ഒന്ന് വി ഐ ഗ്രേറ്റർ ദാൻ ദിസ് 3.7, സെക്കൻഡ് ബിറ്റ്വീൻ -2.7 ആൻഡ് 3.7, ആൻഡ് തേർഡ് ലെസ് ദാൻ -2.7. ഇതിൽ ഫസ്റ്റ് കേസ് എടുക്കുമ്പോഴത്തേക്ക് ഈ വി ഐ ഗ്രേറ്റർ ദാൻ 3.7 എന്ന് പറയുമ്പോഴത്തേക്ക് D1 ഫോർവേഡ് ബയസ്ഡ് ആവും. അപ്പോഴത്തേക്ക് അത് ഓൺ കണ്ടീഷൻ ആവും. അപ്പം ഷോർട്ട് സർക്യൂട്ടായിട്ട് വരയ്ക്കുക. D2 ഓഫ് സ്റ്റേറ്റ് ആവും, അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് വരയ്ക്കുക. അവിടെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3.7 കിട്ടും. നമുക്കങ്ങനെ ഈ ഒരു റീജിയനിൽ ഈ 3.7 ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. നമ്മൾ സെക്കൻഡ് കേസിൽ -2.7 ലെസ് ദാൻ വി ഐ ലെസ് ദാൻ 3.7 എടുത്തു. അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ഡയോഡും എന്തായിരിക്കും, റിവേഴ്സ് ബയസ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡയഗ്രാം ഓപ്പൺ സർക്യൂട്ട് വെച്ചിട്ട് വരച്ചു. അപ്പോൾ നമ്മൾ എന്താണോ വിന് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും വി ഔട്ടിൽ വരുന്നത്. അതുകൊണ്ടാണ് ട്രാൻസ്ഫർ ഈ ഒരു ഫോമിൽ വരുന്നത്. അതിൻ്റെ വേവ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരുന്നത് ബിറ്റ്വീൻ ദീസ് 2 റീജിയന്. ഇനി തേർഡ് കേസിൽ വി ഐ ലെസ് ദാൻ 2.7 കൺസിഡർ ചെയ്തു. അപ്പം നമ്മൾ ഡയഗ്രാം എടുക്കുമ്പോഴത്തേക്ക് ദിസ് ഈസ് -2.7. അപ്പോൾ ഇവിടെ എൻ റീജിയൻ, ഇവിടെ പി റീജിയനുമാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പം ഈ വി ഐ വാല്യൂ ലെസ് ദാൻ -2.7 വരുമ്പോഴത്തേക്ക് ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ ആകും. അപ്പോൾ ഇത് ഫോർവേഡ് ബയസ്ഡ് ആവും, D2 കണ്ടക്ട് ചെയ്യും, D1 ഓഫ് സ്റ്റേറ്റ് വരും. അപ്പോൾ അതിന് ഇവിടെ ഷോർട്ട് സർക്യൂട്ടും ഓപ്പൺ സർക്യൂട്ടും വെച്ചിട്ട് ഡ്രോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ കേസിൽ വി ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിന്നും പിന്നെ എന്തുണ്ട്, ഈ ഒരു -2.7 ഉണ്ട്. അപ്പോൾ -2.7 ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. -2.7 വെച്ചിട്ട് അത് കട്ടായി പോകും. ഓക്കെ, ദിസ് ഈസ് ദ വേവ് ഫോം ഓഫ് 2 ലെവൽ ക്ലിപ്പിംഗ്. കമ്മ്യൂണിക്കേഷനിലൊക്കെ ആപ്ലിക്കേഷൻ വരുന്ന ഒരു സർക്യൂട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. BTech Media.